ദാവീദ് രാജാവ് ചെയ്തത് എന്താണ്? ദൈവമേ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോ ദൈവസന്നിധി വന്നിടുമ്പാട് വീട് കരഞ്ഞ് 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 കരഞ്ഞ്. ആ കരച്ചിലിനകത്ത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് 51-ാം സങ്കീർത്തനം. കരയുന്നവർ ഭാഗ്യവാന്മാരല്ലേ? ഇന്ന് പകൽക്കാല കരഞ്ഞ് 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 മുറവിളിയിട്ട് കരഞ്ഞ് 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 നിന്റെ ഉള്ളിൽ കർത്താവ് നിനക്ക് ആത്മീക വെളിപ്പാട് തരും. പുതിയ ശുശ്രൂഷയ്ക്കുള്ള വാതാനങ്ങൾ തുറന്നു തരും. പുതിയ വെളിപ്പാടുമായിട്ടാണ് നിന്റെ കരച്ചിലിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവേ, എനിക്ക് കരയുവാനുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് കരയണമേ. എൻ്റെ ഹൃദയത്തെ കഠിനമാകല്ലേ ദൈവമേ. വചനം കേട്ട് ഞാൻ കഠിനപ്പെട്ടു പോകരുതേ. വചനം പരിണമിക്കണം, വിശ്വാസമായി പരിണമിക്കണം, രൂപാന്തരം ഉണ്ടാകണം, എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കണം. എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരേണ്ട പ്രാർത്ഥന എന്താണ്? ദൈവമേ, ഇന്ന് ദൈവദാസൻ എന്നെ നോക്കി എന്ത് ചെയ്യണം? എൻ്റെ കുറവുകളെ പ്രസംഗിക്കണം. എന്നെ പണിയുന്ന, കീറി മുറിക്കുന്ന, എൻ്റെ കുറവുകളെ എന്നെ പച്ചയ്ക്ക് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവദാസനിലൂടെ സൂക്ഷിക്കപ്പെടണം. എന്നെ സൂചിപ്പിക്കുന്ന ഒരു വചനം കേൾക്കാനിടയാകല്ലേ. സുഖമൊക്കെ വേറെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നത് എന്നെ കീറി മുറിക്കാനാണ്. കരയണം, ഓർത്ത് കരയണം. അപ്പൊ ദാവീദിന്റെ അനുതാപത്തിൽ ദാവീദ് കൃത്തിച്ചു പോയിരുന്നെങ്കിലും ദാവീദ് പറയാ, നാഥാൻ പ്രവാചകനെ കാര്യമൊക്കെ തരും, ഞാൻ ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്, ഓക്കെ ശരി ഓക്കെ ഞാനത് ചെയ്തോളാം, വേണ്ട രീതിയിൽ പരിഗണിച്ചോളാം എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിലോ 51-ാം സങ്കീർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. ഞാൻ ഹിമം പോലെ വിളിക്കേണ്ടത് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. കർത്താവ്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. നിന്റെ ദഹിക്കത്തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കർത്താവേ, എന്നെ നന്നായി 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 കഴുകണമേ കർത്താവേ. എൻ്റെ പാപങ്ങളെ പോക്കണമേ കർത്താവേ. ഞാൻ ഹിമം പോലെ വെണ്മയുള്ളവനായി തീരട്ടെ കർത്താവേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ കർത്താവേ. നമുക്കൊന്ന് കരയാം, കരയുന്നൊരു ഹൃദയത്തിന് ഉടമകളായി മാറാം. എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കണം, വചനത്താൽ ഒന്ന് തകർക്കണമേ എന്ന് എത്ര പേരുന്നാൽ പൽക്കാലം പ്രാർത്ഥിക്കും.